Hi everyone, welcome to Friends of Amos and it's me Ammo. സോ എൻ്റെ റിയൽ നെയിം ആർഷ സബു എന്നാണ്. സോ ഇത് ഞാൻ തുടങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ ഓൾമോസ്റ്റ് 2 months അടുത്തായിരുന്നല്ല 25th ആകുമ്പോൾ ആയി. സോ ഞാൻ ഇതുവരെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടില്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് ഹർഷ, ഞാൻ 4th year BSc നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ് ബാംഗ്ലൂരിൽ. സോ ഞാൻ പൊതുവെ വീഡിയോസൊക്കെ എടുക്കുന്നത് ഹോസ്റ്റൽ റൂംസിൽ നിന്നാണ്. ഈ റൂമിൽ നിന്നാണ് ഞാൻ പൊതുവെ വീഡിയോ എടുക്കുന്നത്. ഇതെൻ്റെ ഹോസ്റ്റൽ റൂമല്ല, ഇത് ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ റൂമാണ്. സോ ഇത് അടുത്ത ജൂനിയേഴ്സിന് വേണ്ടിയിട്ട് വെക്കേറ്റ് ചെയ്തിട്ടേക്കുക. സോ ഇവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്നത്. എൻ്റെ റൂം കുറച്ച് മാറിയാണ്, ഞങ്ങൾ 8 members റൂമിൽ. സോ എനിക്ക് ഒരാൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലോ. സോ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാറ്. അപ്പം പുതിയ കുട്ടികൾ വന്നു കഴിഞ്ഞിട്ട് എവിടെ നിന്ന് എടുക്കുമെന്ന് എനിക്കൊരു പിടിയില്ല. അതപ്പോഴത്തെ കാര്യമില്ല, നമുക്കിപ്പോൾ ഇങ്ങനെ പോവാം. എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും റിയലി താങ്ക്സ്. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്ന എൻ്റെ യൂട്യൂബ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ്. യൂട്യൂബ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഈ യൂട്യൂബിൻ്റെ സ്റ്റോറി അല്ല. ഇത് നമ്മൾ എനിക്കൊരു 2-3 യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ യൂട്യൂബ് ചാനൽ ഞാൻ എടുക്കുന്നത് ടിക്ടോക്ക് ബാൻ ചെയ്ത സമയത്താണ്. അതിൽ ഞാൻ ഡാൻസ് വീഡിയോസ് ആക്കിയിട്ടുണ്ടിരുന്നത്. എൻ്റെ ഒരു കസിൻ ഉണ്ട് മിന്നു, അവളായിട്ടാണ് ഡാൻസ് ഇട്ടുകൊണ്ടിരുന്നത്. സോ വീഡിയോ എടുത്തു തരാനും അന്നത്തെ സമയത്ത് ഞങ്ങളുടെ സ്റ്റാൻഡോ അങ്ങനെയൊന്നുമില്ല. അവളുടെ തന്നെ ചേച്ചി, എൻ്റെ കസിൻ യാമിയും പിന്നെ അപ്പുണ്ണിയും അവരൊക്കെ കസിൻസ്, ഇവരെല്ലാവരും കൂടി വീഡിയോ ഒക്കെ എടുത്തു തന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കളയേണ്ടി വന്നു. സോ അതൊക്കെ ഭയങ്കര വിഷമം, എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും ആ റിഗ്രറ്റ് ഉണ്ട്. പിന്നെ അത് പോയി. പിന്നെ എനിക്ക് ഈ യൂട്യൂബ് ചാനൽ വേണം എന്നൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കസിൻ്റെ പേരുള്ള യാമ്പു, ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ രണ്ടുപേരും കേപ്പോപ്പ് അടിച്ചായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി കേപ്പോപ്പിൻ്റെ ഒരു ചാനൽ തുടങ്ങി. അത് നല്ല റീച്ച് കിട്ടി. ഓൾമോസ്റ്റ് 2K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല. ആ സമയത്ത് യൂട്യൂബ് അത്യാവശ്യം അറിയാവുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഈ ചാനൽ ഓൾമോസ്റ്റ് പണ്ട് ഉണ്ടായിരുന്നൊരു അക്കൗണ്ട്, ഓൾറെഡി എടുത്തൊരു അക്കൗണ്ട് ഞങ്ങൾ എടുത്തത്. ഇവിടെ പറഞ്ഞു, ഇത് പണ്ടെടുത്തതല്ലേ, ഇനി ഇത് മോണിറ്റൈസ് ഒന്നും ആകത്തില്ല. ഇത്ര നിങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഒരു വീഡിയോക്ക് 1 lakhന് മേലെ വ്യൂസ് ഒക്കെ ആയി. അത് റീച്ച് കിട്ടിയ സമയത്തായിരുന്നു. ആ സമയത്താണ് നല്ല കേപ്പോ ഫാൻസ് ഒക്കെ ഉള്ള സമയം കൂടിയായിരുന്നു. അപ്പൊ ഭയങ്കര വിഷമമായി. അപ്പൊ ഞങ്ങളോർത്തു ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് അഗൈൻ എന്ന് പറഞ്ഞു. അത് കളഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതൊരു പ്രശ്നമല്ലായിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞത്. അപ്പൊ അത് പിന്നെ വീണ്ടും റിഗ്രറ്റ് ആയി. പിന്നെ ഞങ്ങൾ തുടങ്ങാനൊന്നും പോയില്ല. അങ്ങനെ +1 ആദ്യത്തെ അക്കൗണ്ട് ഉണ്ടല്ലോ, പിന്നെ ഞാൻ ഒറ്റക്ക് വീഡിയോസ് ഇടാൻ തുടങ്ങി ഡാൻസിന്റെ. അപ്പോഴും ഒത്തിരി പേരൊക്കെ കളിയാക്കി കേട്ടോ, അടുത്തുള്ളവരൊക്കെ കളിയാക്കി. എന്നൊക്കെ വേറെ പണിയില്ല, കാരണം ക്യാമറക്ക് വലിയ ക്ലാരിറ്റി ഇല്ല, ഇതെന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേരൊക്കെ കളിയാക്കി. എന്നാലും ഞാൻ ഇട്ടു. പിന്നെ അങ്ങോട്ട് വീഡിയോ എടുത്തു തരാനും ആരുമില്ല. അങ്ങനെയൊക്കെ ആയപ്പോ എനിക്ക് അപ്പുറത്തുനിന്ന് സെലിൻ ചേച്ചി, ഒരു ചേച്ചി ഉണ്ട്, ചേച്ചി ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്തുന്നുണ്ട്. ആ ചേച്ചിക്കും തിരക്കായി, പഠിക്കാനൊക്കെ പോവല്ലേ. അപ്പൊ എനിക്ക് വീഡിയോ എടുത്താൻ ആരുമില്ല. പിന്നെ എന്റെ കുറച്ച് കസിൻസ് ഉണ്ട്, ഹരിത ചേച്ചി, പൊടിച്ചി, പിന്നെ അച്ചു ചേച്ചി, ഇവരൊക്കെ എന്റെ കസിൻസ്, ഇവരൊക്കെ വരുമ്പോഴാണ് പിന്നെ വീഡിയോ എടുത്തോണ്ടിരുന്നത്. പിന്നെ അവരും നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അവരുടെയൊക്കെ വീട്ടിൽ നിന്ന്. അപ്പോ അത് ഒത്തിരി ആയപ്പോ പിന്നെ അതും നമുക്ക് തുടർന്ന് പോകാൻ പറ്റത്തുണ്ട്, അതും ഞാൻ നിർത്തി. അങ്ങനെയാണ് നമ്മൾ 4th year എത്തുന്നത് ഇവിടെ. അപ്പോൾ ഞാൻ നേഴ്സിംഗിൽ വന്നു കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ ഞാൻ ഒരു അക്കൗണ്ട് എടുത്തു. അപ്പോൾ ഈ ക്രേസ് എന്റെ മനസ്സിലുണ്ട്, വേണം യൂട്യൂബ് വേണം. ആ ഒരു പ്രാന്തായിരുന്നു. കാലത്ത് പറഞ്ഞാൽ പ്രാന്ത് പിടിച്ച് തന്നെ നടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ തുടങ്ങി. എൻ്റെ റൂംമേറ്റ്സ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അവർ എൻ്റെ കൂടെ ഡാൻസ് കളിച്ചിടും. വേറെ കൂട്ടത്തി ഇപ്പൊ എൻ്റെ ഫോണിനേക്കാളും ക്ലാരിറ്റി അവളുടെ ഫോണിലുണ്ടെങ്കിൽ അവളുടെ അടുത്ത് തരും. അങ്ങനെ അപ്ലോഡ് ചെയ്തായിരുന്നു. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പം അതും കുറച്ച് റീച്ചൊക്കെ കിട്ടി. അത്ര റീച്ച് ഒന്നുമില്ല. പിന്നെ എൻ്റെ ഫോൺ എന്തോ കംപ്ലൈന്റ് ആയപ്പം എപ്പോഴും ഇങ്ങനെ വേറെ ആളെ കൊണ്ട് എടുപ്പിക്കുന്നു. ഞാൻ അതും അവിടെ കളഞ്ഞു. ഞാൻ ഇപ്പൊ 7th sem, 6th sem എന്ന് പറയുമ്പോൾ തേർഡ് ഇയർ ലാസ്റ്റ് എക്സാം അതിന് വീട്ടിൽ ചെന്നു. ഞാൻ രണ്ടും കൽപ്പിച്ച് ക്രിസ്മസ് ഇട്ടെന്ന് എടുത്തു. അപ്പൊ അത് കുറച്ച് പേരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ തുടങ്ങാൻ പോവായിരിക്കും. അപ്പൊ കുറെ പേരെന്നെ കളിയാക്കി, എത്രാമത്തെ ചാനലാ ഇതാന്നൊക്കെ പറഞ്ഞു. ഞാൻ കാര്യമാക്കിയില്ല. സോ എൻ്റെ ഡ്രീം അല്ലേ, വേറെ ആരും ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു. സോ എന്നോട് പറഞ്ഞാൽ തുടക്കമായിട്ട് 26 സ്റ്റാർട്ട് ചെയ്യും. വേണ്ട, എനിക്ക് ക്രിസ്മസിൻ്റെ അന്ന് വേണമെന്ന് തോന്നി. ക്രിസ്മസിൻ്റെ അന്ന് ഞാൻ ചാനൽ എടുത്തു, പുതിയ തന്നെ എടുത്തു, പഴയതെല്ലാം കളഞ്ഞു. കാരണം ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് വെച്ചാൽ ക്രിസ്മസിൻ്റെ അന്ന് തന്നെ എടുത്തു. ഫ്രണ്ട്സിനൊക്കെ അയച്ചു. ഞാൻ ആദ്യം അയച്ചു കൊടുത്തു തന്നെ എൻ്റെ കോളേജിലെ ഫ്രണ്ട്സിനൊക്കെ. അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കുറച്ച് പേരൊക്കെ എന്നോട് വന്ന് നെഗറ്റീവ് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നപ്പോൾ, ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ഇല്ലായിരുന്നു. അപ്പൊ എന്നോ 2-3 പേര് കളിയാക്കി, നോക്ക് 100 പോലും ഇല്ല, എപ്പോ ഒന്ന് റീച്ച് ആവാനൊക്കെ കളിയാക്കി.
അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ പെട്ടെന്ന് അത്ര കൊള്ളില്ലേ വീഡിയോസ് ഒന്നും, ഡിലീറ്റ് ചെയ്താലെന്ന് പോലും ഞാൻ ഓർത്തു. പിന്നെ ഞാൻ ഓർത്തു ഇതിൽ കൂടുതലൊക്കെ കേട്ടിട്ടുള്ളതല്ലേ, പിന്നെ എന്താന്ന് ഓർത്തു. അങ്ങനെ ഞാൻ കളഞ്ഞില്ല. പിന്നെ ആ പറഞ്ഞ ആൾക്കാർ തന്നെ എന്നോട് തിരിച്ചു വന്നിട്ട് കണ്ടന്റ് ഒക്കെ ഇപ്പൊ നല്ലതാവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഐ ഫീൽ പ്രൗഡ്. അങ്ങനെ അങ്ങനെ ഞാൻ ഓരോ മാസം ടാർഗറ്റ് വെക്കാൻ പറയും, ഇത്ര സബ്സ്ക്രൈബർ വേണം, ഇത്ര സബ്സ്ക്രൈബർ. അപ്പൊ എന്റെ ഈ മാസത്തെ ഫെബ്രുവരിയിലെ സബ്സ്ക്രൈബറിന്റെ ഇത് 300 സബ്സ്ക്രൈബർ ആക്കണമെന്നായിരുന്നു. അത് 1K കഴിഞ്ഞപ്പം ഐ വാസ് റിയലി ഹാപ്പി. താങ്ക് യു ഫോർ ഓൾ ഹു ആർ സപ്പോർട്ടിങ് മീ. പിന്നെ എനിക്കറിയില്ല, ഇപ്പൊ ഞാൻ നിങ്ങൾ എന്നെ നോക്കുമ്പോൾ തന്നെ അറിയാം ഞാൻ ഓടി വന്നിരുന്ന് എടുക്കുക. കാരണം എനിക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് 1 hour ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ ആ 1 hour ഫുഡ് കഴിക്കാനുള്ള സമയത്ത് കഴിച്ചില്ലെന്ന് തന്നെ പറയാം, കളഞ്ഞു. ഇന്ന് സമയമില്ല, കുറച്ച് കഴിച്ചു, ഓടിപ്പോന്ന് വീഡിയോ എടുക്കുക, കാരണം ഇനി ക്ലാസ് ഉണ്ട്, പോകണം. എനിവേ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് കണ്ടന്റ് ഒക്കെ ആയിട്ടുണ്ട് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. ഐ വിൽ ഡു ദാറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.